പ്രായപൂർത്തിയാകാത്ത സ്വന്തം മകൾക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തി എന്ന ആരോപണത്തെ തുടർന്ന് പെൺകുട്ടിയുടെ അച്ഛനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. ഈ കേസിനെതിരെയാണ് പ്രതി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ഇരയുടെ അമ്മ നൽകിയ പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും കുടുംബകോടതിയുടെ നടപടികളിലൂടെ മകളുടെ കസ്റ്റഡി ഉറപ്പാക്കാനുള്ള ശ്രമത്തിൽ തന്റെ ഭാര്യ കെട്ടിച്ചമച്ചതാണെന്നും പറഞ്ഞുകൊണ്ട് പ്രതി തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ നിഷേധിച്ചു. മുൻകൂർ ജാമ്യാപേക്ഷ പരിശോധിക്കുന്നതിനിടെ 2 ചോദ്യങ്ങളാണ് പരിഗണനയ്ക്കായി വന്നത്. ഒന്ന്, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതായി ആരോപിക്കപ്പെടുന്ന ഒരാൾക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കുന്നത് ക്രിമിനൽ നടപടി ചട്ടത്തിന്റെ 438 വകുപ്പിന്റെ ഉപവകുപ്പ് 4 കർശനമായി വിലക്കുന്നുണ്ടോയെന്നും. 2, ഇത്തരം ബലാത്സംഗ കേസുകളിലോ പോക്സോ നിയമത്തിന് കീഴിൽ വരുന്ന കേസുകളിലോ മുൻകൂർ ജാമ്യം കൊടുക്കാൻ പറ്റുമോ? പ്രസക്തമായ നിയമവ്യവസ്ഥകൾ പരിശോധിച്ചപ്പോൾ അത്തരം കേസുകളിൽ മുൻകൂർ ജാമ്യം നൽകുന്നതിൽ വിലക്കില്ലെന്ന് കോടതി അഭിപ്രായപ്പെട്ടു. കാരണം 438 വകുപ്പ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 നിന്ന് ഉദ്ഭവിച്ചതാണ്. അത് വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള മൗലികാവകാശം സംരക്ഷിക്കുന്നു. കുറ്റവാളികളെ ശിക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത സന്തുലിതമാക്കുന്നതിനൊപ്പം തെറ്റായ ആരോപണങ്ങളിൽ നിന്ന് നിരപരാധികളെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം കോടതി ഊന്നിപ്പറഞ്ഞു. ആരോപണങ്ങളെ പിന്തുണയ്ക്കുന്ന തെളിവുകൾ ഇല്ലെങ്കിലോ ആരോപണങ്ങൾ വ്യക്തമായും തെറ്റാണെങ്കിലോ ഇത്തരം സാഹചര്യങ്ങളിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്ന കാരണത്താൽ മുൻകൂർ ജാമ്യം നിഷേധിക്കാനാവില്ലെന്ന് കോടതി കണ്ടെത്തി. പ്രഥമദൃഷ്ട്യാ പ്രതിക്കെതിരെ തെളിവുകളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ CRPCയുടെ 438 ഉപവകുപ്പ് 4 പ്രകാരം മുൻകൂർ ജാമ്യം ഒഴിവാക്കാനാവില്ല. ഈ സാഹചര്യത്തിൽ അറസ്റ്റിന് മുമ്പ് ജാമ്യം അനുവദിക്കാൻ കോടതിക്ക് അധികാരമുണ്ട്. അതിനാൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്ന ആരോപണം നിലനിൽക്കെ മുൻകൂർ ജാമ്യം അനുവദിക്കുന്നതിൽ തടസ്സമില്ലെന്ന് ഹൈക്കോടതി വിധിച്ചു. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്ത് കൂടുതൽ നിയമസംബന്ധമായ കാഴ്ചപ്പാടുകൾക്കായി സബ്സ്ക്രൈബും ചെയ്യുക.